കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ചില്ലി ബീഫാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു ഈസി ചില്ലി ബീഫ്. നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ എളുപ്പത്തിൽ എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ബീഫ് ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ചില്ലി ബീഫ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം തന്നെ കുക്കറിലേക്ക് ആദ്യം ഈ ബീഫ് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബീഫിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും. പിന്നെ നമുക്ക് ഈ സ്റ്റോക്ക് ഒന്ന് മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് വേറെ എക്സ്ട്രാ വെള്ളം ഒഴിച്ചത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി അത്രയും ചേർത്തിട്ട് കുക്കർ അടച്ചു വെച്ച് ബീഫ് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. 5 or 6 വിസിലിന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 6 പച്ചമുളകാണ്. ഓരോരുത്തരുടെ എരിവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പച്ചമുളകിന്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ 6 എണ്ണം എടുത്തിട്ടുള്ളത്. ചില്ലി ബീഫ് ആകുമ്പോഴേക്കും നല്ല എരിവുള്ള ഒരു വിഭവമാണ്. അപ്പം കുറച്ച് എരിവൊന്ന് മുന്തി നിൽക്കണം. അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് എരിവ് കുറവാണ് വേണ്ടതുണ്ടെങ്കിൽ പച്ചമുളകിന്റെ എണ്ണം കുറയ്ക്കാം. നമുക്ക് സവാള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സവാള നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. കാരണം കുറച്ചൊന്നും കട്ട് ചെയ്യണ്ട. സാധാരണ നോർമലായിട്ട് നമ്മൾ കട്ട് ചെയ്യാറില്ല, അതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇത് വളരെ കുറച്ച് ബീഫ് ഉള്ളത് കൊണ്ടാണ് ഞാൻ സവാള ഇത്ര വലുത് ഒരെണ്ണമാണ് എടുത്തത്. കാര്യം ബീഫിന്റെ അത്രയും തന്നെ സവാള നമ്മുടെ ഈ കറിയിൽ ഉണ്ടാവും. അല്ല എങ്കിൽ നമ്മൾ സാധാരണ ബീഫ് റോസ്റ്റ് ഒക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെ പകുതി അളവ് സവാള മതിയാകും. ബീഫിന് കുറച്ചുകൂടി ഒന്ന് മുന്തി നിൽക്കണം സവാള. ഇനി പച്ചമുളകും ഇഞ്ചിയെല്ലാം ഇതുപോലെ ചെറുതായിട്ട് കുനുകുനാന്നൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചതച്ചൊന്നും എടുക്കരുത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനേക്കാളും നല്ലത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുക്കേണ്ടത്. ചില്ലി ചിക്കൻ ചില്ലി ബീഫ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് തന്നെ ചേർക്കേണ്ടത്. വെളുത്തുള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി പച്ചമുളക് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് നീളമുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ ഒന്ന് 2 ആക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാ ഐറ്റംസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കം ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ കയ്യിൽ എല്ലാ ദിവസവും ക്യാപ്സിക്കം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഉള്ള ഐറ്റംസ് വെച്ച് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് ചില്ലി ബീഫ് തയ്യാറാക്കുക എന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ഇപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓനിയനോ അതുപോലെ തന്നെ സെലറിയൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതൊന്നും ഇല്ലെങ്കിലും യാതൊരു ഇത് കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ കുക്കറിന്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ബീഫും അതുപോലെ ബീഫ് വെന്ത വെള്ളവും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഇനി ഒരു പാൻ വെച്ച് ചൂടാവുമ്പം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഇതിനായിട്ട് ഉപയോഗിക്കരുത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. ഒലിവ് ഓയിലും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊരു ചൈനീസ് ഐറ്റം ആയതുകൊണ്ട് ആദ്യം വെളുത്തുള്ളിയിൽ തന്നെ തുടങ്ങാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം മൂത്ത് വരുന്ന ഒരു മണം വരുമ്പോഴേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള പച്ചമുളക് അത് ചേർത്ത് കൊടുക്കാം.
ഞാനിപ്പോൾ ഇവിടെ 6 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. കുറച്ച് എരിവ് കുറച്ചാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത്. ശരിക്കും ചില്ലി ബീഫിൽ നല്ലൊരു എരിവ് വേണം. ഇനി നമ്മൾ കുരുമുളക് പൊടി, ചില്ലി സോസ് ഒക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതുകൂടി മനസ്സിൽ കണ്ടിട്ട് പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കാം. സവാള ഒന്നും ഒരുപാട് വഴന്നൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. നമ്മുടെ ചൈനീസ് വിഭവങ്ങളിലെല്ലാം സവാള ഒന്നും ഒരുപാട് നമ്മൾ നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നമുക്കിതിലേക്ക് വേണ്ട സോസുകളൊക്കെ ഒന്ന് എടുത്തു വയ്ക്കാം. 2 തരം സോസുകളാണ് വേണ്ടത്. ചില്ലി സോസും അതുപോലെ തന്നെ സോയാ സോസുമാണ് വേണ്ടത്. ടൊമാറ്റോ സോസിന്റെ ആവശ്യമില്ല. ഇതാ നമ്മുടെ സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. അതിൽ കൂടുതലായിട്ട് കാണുന്നതും സവാള ഒന്നും കൂടി ഒന്ന് കുക്കാവുമ്പം സവാളയുടെ അളവ് കുറഞ്ഞോളും. അപ്പം ഞാൻ നേരത്തെ ബീഫ് വേവിച്ച വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 1 കപ്പോളം വെള്ളമുണ്ട്. അത് കളയരുത്, അപ്പം നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ടാവും. അപ്പോൾ ബീഫും സവാളയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം സോസുകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, അതിൻ്റെ സോയാ സോസ് എത്രയാണ് എടുത്തത് അതിൻ്റെ ഹാഫ് അത്രയും മതി ചില്ലി സോസ്. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസുമാണ് ചേർത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ റെഡ് ചില്ലി സോസാണുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഗ്രീനാണ് ഉള്ളതെങ്കിൽ അത് ചേർത്തോളൂ, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ സോസുകളൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേറെ ഉപ്പ് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, കാര്യം സോയാ സോസിൽ നന്നായിട്ട് ഉപ്പുണ്ടാവും. നമ്മൾ ഉപ്പിട്ടാണ് ഓൾറെഡി ബീഫ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവസാനം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. സവാള വഴറ്റുമ്പോഴൊന്നും ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ സോസുകളൊക്കെ കൂടി ഒന്ന് മിക്സ് ആവുന്ന സമയത്ത് നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഒന്ന് എടുത്തിട്ടൊന്ന്, ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം. നമ്മുടെ ഈ ചില്ലി ബീഫിനൊരു ചെറിയൊരു തിളക്കം കിട്ടാനും ഒന്ന് കുറുകി വരാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് തിക്കായൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചില്ലി ബീഫിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എരിവിനായിട്ട് പച്ചമുളക്, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ചില്ലി സോസ്, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കോൺഫ്ലവർ മിക്സ് ആഡ് ചെയ്യാം. ഇനി ലാസ്റ്റായിട്ട് ചിക്കൻ സ്റ്റോക്ക് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ ഇവിടെ നന്നായി തിളച്ച് നല്ല കുറുകിയ ഒരു പരുവായിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് വറ്റിയിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി, ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇത്രയും ഗ്രേവി ആവശ്യമുള്ളവർ ഈ ഒരു സ്റ്റേജിൽ തന്നെ തീ ഓഫ് ചെയ്യാം. പിന്നെ സെലറിയോ അതുപോലെ സ്പ്രിംഗ് ഒനിയനോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവരെ ക്യാപ്സിക്കം, ഈ ഒരു ഐറ്റംസ് ഒന്നും സാധാരണ നമ്മുടെ കിച്ചണുകളിലൊന്നും ഉണ്ടാവാറില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ചപ്പാത്തിക്കൊക്കെ നല്ല സൂപ്പർ സൈഡ് ഡിഷാണ് ഇതുപോലെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ഈ ചില്ലി ബീഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് അഭിപ്രായം പറയാം. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക്